തൗസൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സൺ ഡ്രൈഡ് ലെമൺ പിക്കിൾ. ഓയിലോ വിനാഗിരിയോ മറ്റു പ്രിസർവേറ്റീവ്സും ഒന്നും ചേർക്കാതെ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ലെമൺ പിക്കിൾ. ഇത് പാചകം ചെയ്യുന്നില്ല. നല്ല പഴുത്ത വലിയ നാരങ്ങ നോക്കിയെടുത്ത് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും 1 സ്പൂൺ വിനാഗിരിയും വെള്ളത്തിൽ ചേർത്തതിലേക്ക് ഇട്ട് നന്നായി കഴുകി തുടച്ച് ഇതുപോലെ വേറിടാതെ 4ആയി മുറിക്കുക. കഴുകിയ നാരങ്ങ തുടച്ച് നമുക്ക് ഇതുപോലെ മുറിച്ച് വെക്കണം. ഇതുപോലെ ഒരേപോലെ പഴുത്ത കാണാൻ നല്ല വലുപ്പമുള്ള നാരങ്ങയാണ് നല്ലത്. അപ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും. ഇതുപോലെ മുഴുവനും മുറിച്ച് വെക്കുക. കഷ്ണം വേറിടരുത്. സീഡ് ഇതിലധികമൊന്നും കാണുന്നില്ല. സീഡ് കാണുകയാണെങ്കിൽ എടുത്ത് മാറ്റാം. ഇതിൽ ചേർക്കേണ്ട മസാലക്കുള്ള വറവ് തയ്യാറാക്കാം. കുറച്ച് വലിയ ജീരകം, ഇത് കരിയാതെ പതുക്കെ വറുക്കണം. ചെറിയ ജീരകം, അതിൻ്റെ കൂടെ കുറച്ച് അയമോദകം ഇട്ടിട്ടുണ്ട്. കുരുമുളക്, നമ്മൾ മാങ്ങക്കനുസരിച്ച് 1 കിലോ മാങ്ങയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അയമോദകം കുറച്ച് മതി, വല്ലാതെ ചുവ വരും. ഉണക്കമുളക്. ഇനി മസാല ഇട്ട് നന്നായിട്ട് വറുക്കുക. കരിയാതെ ജീരകം പൊടിച്ചത്, 2 ജീരകമുണ്ട്, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയും അയമോദകവും കൂടിയത്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതിൽ കുറച്ച് കാശ്മീരി, റോക്ക് സാൾട്ട്, ഉപ്പുപൊടി, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. അയമോദകം നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതൊരു കുറച്ച് 1/4 ടീസ്പൂണൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഇതും ഫുള്ളായി. ഇനി ബാക്കിയുള്ള മസാല അതിന് മുകളിൽ ഇടാം. ഇതെല്ലാം അതിൽ അലിഞ്ഞ് ചേരും. നാരങ്ങ മുഴുവനും മസാല പുരട്ടി ഇനി ഇത് ഭരണിയിലാക്കാം. ഓരോന്നെടുത്ത് മറിയാതെ കമഴ്ത്താതെ അടുക്കി അടുക്കി വെക്കണം. മറിഞ്ഞു കഴിഞ്ഞാൽ അതിലെ മസാല അതിൻ്റെ അകത്തുനിന്ന് പോരും. ഇതാ മസാലയിലിരുന്ന് നന്നായി ഡ്രൈ ആയി അലിഞ്ഞു പോകണം. ഇടയ്ക്ക് കുറച്ച് മസാലപ്പൊടി വിതറുകയും ചെയ്യാം. ഇത് ഒരു 8 ദിവസമൊക്കെ ഇങ്ങനെ വെയിലിൽ വെക്കേണ്ടി വരും. വെയിൽ ഉണ്ടാവുമ്പോൾ വെക്കുക, രാത്രി എടുത്ത് വെക്കുക. ഇടയ്ക്ക്
മസാലപ്പൊടി ഇങ്ങനെ വിതറി കൊടുക്കണം. മുഴുവൻ നാരങ്ങയും വെച്ചു. ബാക്കിയുള്ള മുഴുവൻ മസാലയും മുകളിലിട്ടു. നല്ല വെയിലുള്ള സ്ഥലത്ത് 2 കുപ്പിയും. ഇനി ഇത് അടപ്പ് കൊണ്ട് മൂടി വയ്ക്കണം. സൂര്യപ്രകാശത്തിൽ വേണം ഇത് പാകമാകാൻ. 5 or 6 ദിവസം കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് ഇതുപോലെ നോക്കണം. തൊലി ഇങ്ങനെ ഡ്രൈ ആയി പൊളിഞ്ഞ് വരും. ഇതിൻ്റെ അടിയിൽ അതിൻ്റെ നീരുണ്ടാവും, വെള്ളം കുറച്ച് നിൽക്കുന്നുണ്ടാവും. ഇതുപോലെ നോക്കുക പാകമായിട്ടുണ്ടോയെന്ന്. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം. എത്ര അളവ് നാരങ്ങ ഉണ്ടായിരുന്നോ അത്രയും അളവിലാണ് നമ്മൾ പഞ്ചസാര ഇടേണ്ടത്. ഇടയ്ക്ക് പഞ്ചസാര ഇട്ട് ഒന്ന് കുലുക്കി കൊടുക്കണം. വീണ്ടും നാരങ്ങ ഇടുക. അങ്ങനെ അടുക്കി അടുക്കി ഇതും വെക്കണം. ഇത് കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. മുകളിൽ മുഴുവൻ പഞ്ചസാരയും ഇട്ടു. മുകളിൽ ഞാനൊരു കൽക്കണ്ടവും കൂടി വെച്ചു. നന്നായി മൂടി വെക്കുക. ഇതിൽ നമ്മൾ ഓയിലോ വിനാഗിരിയോ ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിഷ്ടമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു പിക്കിളാണ്. രണ്ട് ഭരണിയിലും നിറച്ചു. മുകളിൽ പഞ്ചസാര ഇട്ട് ഉണ്ടോ, അടിയിൽ കുറച്ചൊക്കെ വെള്ളം ഉണ്ടാകുന്നുണ്ട്. ഇനി ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഫുള്ള് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വെള്ളമാവും. പിറ്റേ ദിവസം മുതൽ ഇതിങ്ങനെ ആവാൻ തുടങ്ങും. പഞ്ചസാര കലിഞ്ഞ് അതിൻ്റെ വെള്ളക്കായി കാണാൻ നല്ല ഭംഗിയുള്ള ഗോൾഡൻ കളറുള്ള സൺ ഡ്രൈഡ് ലെമൺ പിക്കിൾ തയ്യാറായി.